ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. ഇന്നത്തെ ഒരു ട്രാവൽ വീഡിയോ ആണ്. നമ്മൾ സ്വീഡനിൽ നിന്ന് യൂറോപ്പിലെ മറ്റൊരു രാജ്യമായ എസ്റ്റോണിയയിലോട്ടാണ് പോകുന്നത്. നമ്മളിപ്പോൾ അത് സ്റ്റോക്ക്ഹോമിലെ അർലാൻഡ് എയർപോർട്ടിലാണ്. അപ്പോൾ സ്വീഡനിൽ നിന്ന് എസ്റ്റോണിയയിലോട്ട് നമുക്ക് ക്രൂസ് അല്ലെങ്കിൽ ഫ്ലൈറ്റ് വഴി പോകാം. ഞങ്ങൾ ചൂസ് ചെയ്തത് ഫ്ലൈറ്റ് ആയിരുന്നു. അപ്പോൾ സ്റ്റോക്ക്ഹോമിൽ നിന്ന് എസ്റ്റോണിയയുടെ ക്യാപിറ്റലായ ടാലിനിലോട്ടാണ് ഇന്നത്തെ യാത്ര. 1 hour ആണ് ടോട്ടൽ ഫ്ലൈറ്റ് ഡ്യൂറേഷൻ. സ്വീഡിഷ് ടൈം 9:30 ഇന്നത്തെ ഫ്ലൈറ്റ്. അപ്പോൾ 10:30 PM സ്വീഡിഷ് ടൈം ആകുമ്പോൾ നമ്മൾ ടാലിനിൽ ലാൻഡ് ചെയ്യുന്നതായിരിക്കും. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രോസസ്സിനാണ് ഡി ഐസിങ് എന്ന് പറയുന്നത്. സ്വീഡനിൽ ഇപ്പോൾ -3 ടെമ്പറേച്ചറാണ്. അതുകൊണ്ട് തന്നെ സ്നോ, ഐസ് ഇതൊക്കെ പൂർണ്ണമായി നീക്കം ചെയ്യുന്ന പ്രോസസ്സിനാണ് ഡി ഐസിങ് എന്ന് പറയുന്നത്. ഇത് ഫ്ലൈറ്റിനെ സ്മൂത്തായി ടേക്ക് ഓഫ് ചെയ്യാൻ വേണ്ടി സഹായിക്കും. അങ്ങനെ നമ്മൾ ടാലിൻ എയർപോർട്ടിൽ ലാൻഡ് ചെയ്തിരിക്കുകയാണ്. ഓൾമോസ്റ്റ് 1 hour ആയിരുന്നു ഫ്ലൈറ്റ് ഡിലേ. സ്വീഡൻ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ എസ്റ്റോണിയയിലെ ടൈം 1 hour മുമ്പോട്ടാണ്. അപ്പോൾ ഇപ്പോൾ സ്വീഡനിൽ രാത്രി 12 മണിയാണ്. അപ്പോൾ എസ്റ്റോണിയയിൽ ഇപ്പോൾ രാത്രി 1 മണിയാണ് ഇപ്പോഴത്തെ സമയം. അപ്പോൾ നമുക്ക് നേരെ ബാഗേജൊക്കെ കളക്ട് ചെയ്തിട്ട് നമ്മൾ ബുക്ക് ചെയ്ത ഹോട്ടലിലേക്ക് നമുക്ക് പോകാം. അങ്ങനെ ഹോട്ടലിലേക്ക് ചെക്ക് ഇൻ ചെയ്തു. പാർക്കിംഗ് ബൈ റാഡിസൺ എന്ന ഹോട്ടലായിരുന്നു ഞങ്ങൾ ബുക്ക് ചെയ്തത്. ടാലിൻ സിറ്റി സെൻറ്ററിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഈ ഒരു ഹോട്ടൽ വരുന്നത്. ഞങ്ങൾ ബുക്ക് ചെയ്ത സുപ്പീരിയർ റൂമാണെങ്കിലും ഞങ്ങൾക്ക് ഫാമിലി റൂമിലോട്ട് അപ്ഗ്രേഡ് ചെയ്ത് കിട്ടി. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള റൂമായിരുന്നു. അതോടൊപ്പം തന്നെ ബങ്കർ ബെഡ്സും പിന്നെ കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയിട്ടുള്ള പ്ലേ ഏരിയയും കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടം വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ്. അടുത്ത വീഡിയോയിൽ നമ്മൾ ടാലിൻ സിറ്റി സെൻറ്റർ എക്സ്പ്ലോർ ചെയ്യുന്നതായിരിക്കും. നല്ല അടിപൊളി വീഡിയോസുമായിട്ട് വരുന്നതായിരിക്കും. അതുവരെ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ.